നിഴലുകളുടെ വീട്. ടൈലർ കൗണ്ടിയിലെ ഇല്ലിനോയ്സിലെ ആ പഴയ വിക്ടോറിയൻ വീട്ടിലേക്ക് അമാൻഡ ഒറോസ്കോയും മകൾ സോഫിയും താമസം മാറുമ്പോൾ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടെങ്കിലും ഭയത്തിന്റെ കനത്ത മൂടുപടം അവരെ പൊതിഞ്ഞിരുന്നു. മങ്ങിയ ചുവരുകളും നിലത്തെ പരുപരുത്ത പലകകളും വർഷങ്ങളുടെ ഭാരം പേറി നിന്നു. ഇതൊരു ഭംഗിയുള്ള വീടാണ് അല്ലേ അമ്മേ? സോഫിയയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് അമാൻഡ ഒരു നേർത്ത ചിരി മാത്രം നൽകി. ആദ്യത്തെ 2 ആഴ്ച ഒരു തരം അസ്വസ്ഥമായ ശാന്തതയിലായിരുന്നു. ഒരു രാത്രി അമാൻഡ മുകളിലത്തെ നിലയിൽ ജോലി ചെയ്യുമ്പോൾ താഴത്തെ നിലയിലെ സ്വീകരണമുറിയിലെ വെളിച്ചം സ്വയം തെളിഞ്ഞു. പിന്നാലെ അത് മിന്നിക്കൊണ്ടിരുന്നു. സോഫിയ തന്റെ കളിപ്പാട്ടങ്ങളുമായി ഇരിക്കുകയായിരുന്നു. തണുത്ത ഒരു നിഴൽ ചുവരുകളിലൂടെ നീങ്ങുന്നത് അവൾ കണ്ടു. അടുത്ത ദിവസം അമാൻഡ അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുമ്പോൾ അവരുടെ ഭദ്രമായി പൂട്ടിയിരുന്ന മുൻവാതിൽ പതുക്കെ തുറന്നു. പുറത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് ചുഴറ്റിയടിച്ചു കയറി. ഭയന്ന് വിറച്ച അവൾ കയ്യിലെ കപ്പ് നിലത്തിട്ടു. വാതിൽ ഒരു അദൃശ്യശക്തിയാൽ ബലം പ്രയോഗിച്ച് തുറന്നതുപോലെ തോന്നി. രാത്രികളിൽ ഭീകരത വർദ്ധിച്ചു. സോഫിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒഴിഞ്ഞ മൂലകളിലേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് പേടിയാണമ്മേ. അവൾ ഒരു ദിവസം രാത്രി അമാൻഡയോട് മന്ത്രിച്ചു. ആരാണ് മോളെ? അമാൻഡയുടെ ശബ്ദം വിറച്ചു. സോഫിയ ഒരു ചോദ്യചിഹ്നം പോലെ തലചരിച്ചു. ഒരു സ്ത്രീ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരുടെ പേര് ആർക്കും ഓർമ്മയില്ല. അതുകൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല. സോഫിയയുടെ കണ്ണുകളിലെ ആ അഗാധമായ സമാധാനം അമാൻഡയെ കൂടുതൽ ഭയപ്പെടുത്തി. രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അമാൻഡ ഈ ദുരൂഹതയ്ക്ക് പിന്നിലെ സത്യം തേടാൻ തീരുമാനിച്ചു. അവൾ ക്രോസ് റോഡ്സ് അൺസീൻ എന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ബന്ധപ്പെട്ടു. അന്നു രാത്രി അവൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പിന്നിലെ ചുമരിലെ ഒരു പഴയ കണ്ണാടിയിൽ ഒരു സ്ത്രീ രൂപം ഒരു നിമിഷം മിന്നിമറഞ്ഞു. കണ്ണുകൾ അവളെ നോക്കി. അടുത്ത ദിവസം രാത്രി ഡോക്ടർ വാൻസ്, ടീം ലീഡർ, തന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി വീട്ടിൽ പരിശോധനകൾ ആരംഭിച്ചു. EMF മീറ്ററുകൾ അലറി. തെർമൽ ക്യാമറകൾ ചില മുലകളിൽ അസാധാരണമായ തണുപ്പ് രേഖപ്പെടുത്തി. അദ്ദേഹം ഒരു പഴയ ഡിജിറ്റൽ റെക്കോർഡർ ശ്രദ്ധിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞെട്ടി. ഇതൊരു ക്ലാസ് A EVP ആണ്. വ്യക്തമായ ശബ്ദം. ഡോക്ടർ വാൻസ് ശാന്തമായി പറഞ്ഞു, എന്നെ രക്ഷിക്കൂ, എന്നെ ഓർമ്മിക്കൂ എന്നവർ പറയുന്നു. അമാൻഡ, ഇവിടെ ഒരാൾ അതിശക്തമായ ദുരിതത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ഭയപ്പെടുത്താനുള്ള ഒരു ആത്മാവല്ല, സഹായത്തിനായി നിലവിളിക്കുന്ന ഒന്നാണ്. ആത്മാവിന്റെ മോചനത്തിനായി അടുത്ത രാത്രി അവർ ഒരു പുരാതനമായ മോചന പ്രാർത്ഥന നടത്തി. അമാൻഡ, സോഫിയ, ഡോക്ടർ വാൻസ് എന്നിവർ വീടിന്റെ നടുവിലെ തറയിലിരുന്ന് 7 മെഴുകുതിരികൾ കത്തിച്ചു. ഡോക്ടർ വാൻസ് താഴ്ന്ന ശബ്ദത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു. മുറിയിലെ വായു ഭയങ്കരമായ രീതിയിൽ കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് മെഴുകുതിരികൾ ഒരുമിച്ചണഞ്ഞു. കറങ്ങുന്ന വായു ശാന്തമായി. മുറിയുടെ ഭാരം കുറഞ്ഞു. ആ വീട്ടിലെ ലൈറ്റുകൾ പിന്നീടൊരിക്കലും സ്വയം കത്തുകയോ അണയുകയോ ചെയ്തില്ല. വാതിലുകൾ അടഞ്ഞുകിടന്നു. അമാൻഡയും സോഫിയയും ആ വീട്ടിൽ തുടർന്നു. ഭീകരതയുടെ ഓർമ്മകൾ ശേഷിച്ചെങ്കിലും അവർ ശാന്തമായ സമാധാനം കണ്ടെത്തി. Like, share and subscribe. Thank you.